guys, welcome back to our YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ഐറ്റംസും ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 8th month സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരുവിധം എല്ലാ ഐറ്റംസും കുറേശ്ശെ ആയിട്ട് വാങ്ങി എല്ലാം കഴുകി അതുപോലെ ഉണക്കി വൃത്തിയാക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടതും ബേബിക്ക് വേണ്ടതും അങ്ങനെയുള്ള ഒരുവിധം ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോൾ വേണേലും ഇതിപ്പോൾ 9th month ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ വേണേലും റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാഗ് പാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എത്രാമത്തെ ഡെലിവറി ആയാലും നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. അല്ലെങ്കിൽ നമ്മൾ അവസാനം എങ്ങനെ പോയാലും 1-2 ഐറ്റംസ് ഒക്കെ എങ്ങനെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു ലിസ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ എൻ്റെ 2nd ഡെലിവറിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യത്തെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. കുറേയൊക്കെ ഞാൻ മറന്നുപോയി, എന്നാലും അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എന്തൊക്കെ അത്യാവശ്യം വരും എന്നുള്ളത് കുറച്ചൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട്. അത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ബാഗ് പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറേ വീഡിയോസിലും കുറേ ഇതിലൊക്കെ കണ്ടു, കുറേ പേര് ഈ ഫസ്റ്റ് ടൈം ഡെലിവറി ഒക്കെ ആകുമ്പോഴേ അമ്മമാർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും. അപ്പം ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്ത് കാണാം. ശരിക്കും അതിൻ്റെ ഒന്നും അത്രയ്ക്ക് അത്യാവശ്യമില്ല. കാരണം നമ്മൾ എല്ലാ ഐറ്റംസും നമുക്ക് കൊണ്ടുപോകാം, പക്ഷേ ക്വാണ്ടിറ്റീസ് കുറച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 3 ദിവസമോ അല്ലെങ്കിൽ സി സെക്ഷൻ ആണെങ്കിൽ 5 ദിവസമോ മാക്സിമം ഒരു 1 week അത്രയും നമ്മൾ കണക്കാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളായാലും ഒരുപാട് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയുമ്പം ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം, പക്ഷെ ക്വാണ്ടിറ്റീസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാഗ് പാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എനിക്ക് വേണ്ട സാധനങ്ങളാണ് പാക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഓരോ ഓർഗനൈസർ ഇത് കുറേ മുമ്പ് എപ്പോഴാണ് ഞാൻ ആമസോണിൽ നിന്ന് ഓഫർ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഡ്രസ്സുകൾ, അതായത് നമുക്ക് മെറ്റേണിറ്റി വെയർ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പം നൈറ്റിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നൈറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഡ്രസ്സാണെങ്കിൽ അത് അങ്ങനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റേണിറ്റി വെയർ നമ്മൾ എടുത്തു വെക്കണം. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു 5 നൈറ്റീസാണ്. 5 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഒരു 4 എണ്ണം ഞാൻ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ്. എനിക്കതാണ് കംഫർട്ടബിൾ. അപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് എടുത്തതല്ല, മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ്. അപ്പോൾ പിന്നെ ഒരു 3 അണ്ടർ സ്കേർട്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ ഒരു ഓർഗനൈസറിലാണ് മൊത്തത്തിൽ വെച്ചിട്ടുള്ളത്. അതാകുമ്പം എല്ലാം ഞാനതുപോലെ ഒരു ഓർഗനൈസറിൽ അതുപോലെ ഈ നമ്മുടെ എന്താണ് അതിന് പറയുക, ഒരു കവറില്ലേ, പിന്നെ ഈ സിപ്ലോക്ക് കവറില്ലേ, അതിനകത്തും സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മളായിരിക്കില്ലല്ലോ ഡെലിവറി കഴിഞ്ഞ് ഇതൊക്കെ എടുക്കുക, നമ്മുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡർ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കാണുമ്പോൾ എളുപ്പത്തിനും അല്ലെങ്കിൽ എടുക്കാൻ എളുപ്പത്തിനും ഇപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്ന അങ്ങനെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം സെപ്പറേറ്റ് കവറിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിതുപോലെ നൈറ്റീസ് എനിക്ക് യൂസ് ചെയ്യാനുള്ള ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനുള്ള നൈറ്റീസ്, ഇതിലിപ്പോൾ ഒരു 3 ഫ്രോക്ക് നൈറ്റിയും അതുപോലെ ഒരു മറ്റേ ഫുൾ ഓപ്പൺ നൈറ്റി. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഫുൾ ഓപ്പൺ. അത് ശരിക്കും എനിക്ക് ഫസ്റ്റ് ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുൾ ഓപ്പൺ നൈറ്റിയുടെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഒരു ഫുൾ ഓപ്പൺ നൈറ്റിയെങ്കിലും കയ്യിൽ കരുതണം എന്നാണ് പറയുക. കാരണം എന്താ ഇപ്പോൾ വരിക എന്നുള്ളത് നമുക്ക് ആവശ്യം വരുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ നോർമലായാലും ചിലപ്പോൾ അവർ ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഫുൾ ഓപ്പൺ നൈറ്റിയെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ അങ്ങനെ കരുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ്ഫുൾ ആയില്ലെങ്കിൽ തന്നെ നമുക്ക് പിന്നീട് അത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ ഞാനൊരു നോർമൽ മെറ്റേണിറ്റി വെയർ, അതായത് ഫീഡിങ് ഡ്രസ്സ്, സാധാരണ ഒരു ടോപ്പ് ഫീഡിങ് കുർത്തി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻറ്റും നമുക്ക് ഹോം കമ്മിങ് ഡ്രസ്സായിട്ട് ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യം വന്നാൽ ഇടാനായിട്ട്. പിന്നെ ഇതെൻ്റെ ഇന്നർ
ഇന്നർ വെയേഴ്സാണ്, നോർമൽ ബ്രാസും പിന്നെ പാൻറ്റീസും. ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിതുപോലെ തിരിച്ച് ഞാനിതുപോലെ വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ നമുക്കുള്ളതും ബേബിക്കുള്ളതും നമ്മളെല്ലാം വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് ആഫ്റ്റർ കോവിഡൊക്കെ നമ്മളെല്ലാം അങ്ങനെ യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിലൊന്നും ബേബിക്കുള്ള ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഞാൻ എനിക്കുള്ളതും ഏകദേശം ഫസ്റ്റ് ഡെലിവറി വെച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ എനിക്കും ബേബിക്കുള്ളതും എല്ലാം വാങ്ങി വാഷ് ചെയ്ത് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിൽ എടുത്ത് വയ്ക്കാം. അപ്പം ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം വെക്കുന്നത്. ഇതുപോലൊരു ബാഗിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ രുദ്രുവിൻ്റെ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് വാങ്ങിച്ചതാന്ന് തോന്നുന്നു ഈ ബാഗ്. അപ്പോൾ അത്യാവശ്യം നാളായിട്ടുണ്ട് ഈ ബാഗ്. ഇത് ഞാൻ വീണ്ടും എടുത്ത് വാഷ് ചെയ്തിട്ട് ഇപ്രാവശ്യം ഇതിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ ഐറ്റംസാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കവർ നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് വെക്കാൻ പോകുന്നത് നമ്മുടെ ഇത് കുറച്ച് തോർത്ത്, പിന്നെ അതുപോലെ ടർക്കി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കും നമ്മുടെ ബൈ സ്റ്റാൻഡേർഡ് അവർക്കും യൂസ് ചെയ്യാനായിട്ട് ഉള്ള ടവൽസൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെക്കാനുള്ളത് ഒരു ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ കേട്ടോ. ഇതിൽ 2 പില്ലോ കവർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ മടക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാം. ഞാൻ മെറ്റേണിറ്റി പാഡ്, ഞാൻ നമ്മുടെ എവറീവിൻ്റെ ഇത് പാഡല്ല പാൻറ്റീസാണ്. ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോണേ. ഇതെനിക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇതുവരെ. പക്ഷെ ഞാൻ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു സംഭവം വാങ്ങിച്ചത്. കാരണം ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, പാഡ് പിന്നെ വേറൊരു പാൻറ്റീസ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് കൈയോടെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേബർ റൂമിൽ. അപ്പോൾ അവർ നമുക്ക് അവിടെ നിന്ന് മെറ്റേണിറ്റി പാഡൊക്കെ തരും എന്നാണ് പറഞ്ഞത്. എങ്കിലും നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ വേറെ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോൾ 10 പീസാണ് വരണേ. ഈ ഒരെണ്ണം ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്. ഇത് നമുക്കിതിലേക്ക് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എന്താ വെക്കാനുള്ളതെന്ന് അറിയോ? ഇനി നമുക്ക് വെക്കാനുള്ളത് ഇത് ഫസ്റ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ഡബിൾ മുണ്ടാണ്. ഹോസ്പിറ്റലിൽ ഞാൻ ലേബർ റൂമിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞാൽ ഒരു മുണ്ട് ചോദിക്കും എന്നുള്ളത്. അപ്പം ഞാനൊരു 3-4 എത്ര മുണ്ടുണ്ടോ മുണ്ട് അത്യാവശ്യം എടുത്തു വെച്ചോളൂ എന്ന് തന്നെയാണ് അവിടുത്തെ ഹെഡ് നേഴ്സ് പറഞ്ഞത്. അപ്പം ഞാൻ ഒരു 3-4 ഡബിൾ മുണ്ട്, ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ വാഷ് ചെയ്ത് എന്താ പറയുക അയൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു 4 ഡബിൾ മുണ്ട് ഞാനിതുപോലെ ഒരു ഓർഗനൈസറിൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മുകളിലായിട്ട് വെക്കാം. കാരണം എന്താ വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ അത്യാവശ്യം വരുന്ന സാധനമല്ലേ, അപ്പോൾ നമുക്ക് മുകളിലായിട്ട് വെക്കാം. ഇത് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ബാഗ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? ഇനി ഇതുപോലെ ഒരു എന്താ പറയുക സിപ്ലോക്ക് കവറിൽ ഞാൻ എൻ്റെ ഒരു നൈറ്റി പിന്നെ ഒരു അണ്ടർസ്കേർട്ട് ചിലപ്പോൾ ആവശ്യമില്ല, ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു നിർബന്ധം പറയാൻ വേണം. അപ്പം ഞാൻ ഒരു അണ്ടർസ്കേർട്ട് അതുപോലെ എൻ്റെ ഇന്നർ വെയേഴ്സ് ഇത് നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ കൊടുക്കാനായിട്ട് ഉള്ളൊരു സെറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലുള്ളവർക്ക് ഓരോന്നായിട്ട് തപ്പണ്ടല്ലോ. ഇതൊറ്റ കവറെടുത്താൽ എല്ലാം നിങ്ങൾക്ക് തന്നെ ഉണ്ട്. ഞാനിത് ഏറ്റവും മുകളിൽ വയ്ക്കുന്നുണ്ട്, കാരണം ഏറ്റവും ഫസ്റ്റ് ആവശ്യം വരുന്ന സാധനമല്ലേ. അപ്പോൾ അത് ഞാൻ ഏറ്റവും മുകളിലായിട്ട് വയ്ക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഒന്നും വെക്കാനില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് ഈ ബാഗിൽ തന്നെ ഞാൻ നമ്മുടെ ടോയ്ലറ്ററീസ് ഇതിൽ ഞാൻ എന്തൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ ബ്രഷ്, പിന്നെ അതുപോലെ ഒരു ചെറിയ കുപ്പി ഹാൻഡ് വാഷ് എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ പേസ്റ്റ്. ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നമ്മൾ പലപ്പോഴും അധികം ശ്രദ്ധിക്കാത്ത സാധനങ്ങളാണ് ഇത്. നമുക്ക് ഹോസ്പിറ്റലിൽ വളരെ അത്യാവശ്യമായിട്ട് വരുന്നതാണ് ഈ ടോയ്ലറ്ററീസ്, ഈ സാധനങ്ങളൊക്കെ. പിന്നെ ഒരു ക്ലിപ്പ്, ഇത് നമ്മൾ അഴയിൽ തോരയിടുന്ന ക്ലിപ്പില്ലേ, ഇത് ചിലപ്പോൾ നമുക്ക് അവിടെ തുണി നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടേണ്ടി വന്നാൽ യൂസ് ചെയ്യാനായിട്ടൊരു പാക്കറ്റ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി മറ്റേ വെളിച്ചെണ്ണ. ചെറിയൊരു ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഒരു കുപ്പി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് രുദ്രുവിനൊക്കെ ഫസ്റ്റ് ഡെലിവറിക്കൊക്കെ ഡെലിവറി കഴിഞ്ഞ ഉടനെ അവർ ചോദിച്ചതായിട്ടാണ് ഓർമ്മ. ഇപ്രാവശ്യം എങ്ങനെയാണ് ഇവിടെ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഫസ്റ്റ് കാണിച്ച ഹോസ്പിറ്റലിലല്ല ഞാൻ ഇത്തവണ കാണിച്ചിട്ടുള്ളത്, ഡോക്ടർ വേറെയാണ്. അപ്പം ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനിതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കുപ്പി വെളിച്ചെണ്ണ, പിന്നെ ഡെറ്റോൾ, ചെറിയൊരു കുപ്പി ഡെറ്റോൾ എടുത്തു വെച്ചിട്ടുണ്ട് തുണികളൊക്കെ വാഷ് ചെയ്യാനായിട്ട്. പിന്നെ ഡോക്ടർ വാഷിൻ്റെ ഒരു സോപ്പ്, പിന്നെ ഒരു വിം എക്സോൻ്റെ ഒരു പാത്രം കഴുകണ ഒരു ഇത് സോപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്ക്രബ്ബറും വരുന്നുണ്ട്. പിന്നെ കുളിക്കാനായിട്ട് ഡെറ്റോളിൻ്റെ ഒരു സോപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഒരു ചെറിയ ബോട്ടിൽ സാനിറ്റൈസർ കൂടി വെക്കണം. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, അതും കൂടി എനിക്ക് വാങ്ങണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം നമ്മൾ എപ്പോഴും ഡെലിവറി കഴിഞ്ഞ് എടുക്കുമ്പം വിസിറ്റേഴ്സൊക്കെ വരുമ്പം കുഞ്ഞിനെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കായാലും നമുക്ക് സാനിറ്റൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ സാനിറ്റൈസർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനി ഇതിൽ വെക്കാനുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ടോയ്ലറ്ററീസ് പൗച്ചിൽ വരുന്നത്. ഇതൊക്കെ ഇതിൽ തന്നെ വെച്ചേക്കാം. ഇത് നമുക്ക് ഞാൻ ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു കണ്ണിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാനുള്ളത് ഇതുപോലൊരു പൗച്ചാണ്. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് സാമഗ്രികൾ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പം നമുക്ക് മുടിയൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ചീപ്പ്, അതുപോലെ തലയിലിടുന്ന ബണ്ണ്, ക്ലിപ്പ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. കാരണം അതൊക്കെ തന്നെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഈ ഒരു വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിബും ക്ലോസ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ ഓൾറെഡി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 സാധനങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് ഈ ഒരു കള്ളിയിൽ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളില്ലേ, നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്കിപ്പോൾ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഇടേണ്ടി വന്നാൽ അങ്ങനെ കുറച്ച് നോർമൽ പ്ലാസ്റ്റിക് കവറും പിന്നെ അതുപോലെ ന്യൂസ് പേപ്പറും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു സിസറും അതുപോലെ ഒരു കത്തിയും എടുത്തു വെച്ചിട്ടുണ്ട്. കത്രിക വളരെ അത്യാവശ്യമാണ്. ഞാൻ തുണിയൊന്നും കട്ട് ചെയ്തിട്ടല്ല വെച്ചിട്ടില്ല, അപ്പം അത് കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് കത്രിക വളരെ അത്യാവശ്യമാണ്. കത്തി ആയാലും വല്ല ഫ്രൂട്ട്സൊക്കെ മുറിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ആവശ്യം വരും. പിന്നെ ഞാനൊരു സാധനം കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാണുന്നില്ലല്ലോ. യെസ്, ഇതുപോലൊരു ക്ലോത്ത് നമുക്ക് ഇപ്പം റൂമിലായാലും എന്തെങ്കിലും പോയാലൊക്കെ തുടയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് ഞാനൊരു ക്ലോത്ത് തുടയ്ക്കുന്ന തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഈ സൈഡിലാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബാഗിലെ ഐറ്റംസ്. അപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബേബിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാം. അപ്പോൾ ബേബിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലാണ് പാക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം ഐറ്റംസ് ഒക്കെ ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. കുറച്ചൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്.
ചിലത് ആമസോണിൽ നിന്ന്, പിന്നെ 1-2 ഐറ്റംസ് മാത്രം ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ വെക്കാനുള്ളത് ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ വൈറ്റ് ക്ലോത്താണ് വെക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, കാരണം കുഞ്ഞിന് കെട്ടിക്കൊടുക്കാനായിട്ടുള്ള തുണി. ഇതിന് നമ്മൾ മല്ലിമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, കാരണം നമുക്ക് ആ സമയത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫസ്റ്റ് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് വെക്കാനുള്ളത് റബ്ബർ ഷീറ്റ്. റബ്ബർ ഷീറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. എങ്കിലും ഞാനൊരു റബ്ബർ ഷീറ്റ് ഇനി ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിൻ്റെ ഈ ഒരു ബാസ്ക്കറ്റിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ളത് ഡ്രൈ ഷീറ്റാണ്. ഇത് നമ്മൾ ബെഡിൽ വിരിച്ചെടുത്തുന്ന ഡ്രൈ ഷീറ്റാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഓഫറിന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബേബിക്ക് വേണ്ട ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇതുപോലൊരു ചെറിയ ഓർഗനൈസറിൽ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും ഞാൻ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം ഞാൻ വെക്കുന്നത് ഇതുപോലെ ബേബിക്ക് വേണ്ട ഇതുപോലെ സിപ്ലോ കവറിൽ ഞാൻ കുറച്ച് ടവൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു സ്വാഡിൽ ക്ലോത്ത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ. ഈ മസ്ലിൻ്റെ ഒരു സ്വാഡിൽ ക്ലോത്ത്. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ ഒരുപാട് നമ്മൾ ഫസ്റ്റ് തന്നെ നല്ലപോലെ റാപ്പ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്കിത് ബാത്ത് ടവലായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെ പുതപ്പിക്കാനോ വിരിച്ചു കൊടുത്താനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സ്വാഡിൽ ക്ലോത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ പിന്നെ ഇതിനകത്തുള്ളത് സാധാ കുഞ്ഞു തോർത്തുണ്ടല്ലോ, കുഞ്ഞുവാനെ കുളിപ്പിക്കാൻ. നമ്മൾ കുളിപ്പിക്കൊന്നുമില്ല ഹോസ്പിറ്റലിൽ, എന്തായാലും നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുകയുള്ളൂ. പക്ഷെ കുഞ്ഞാവയുടെ ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ കുളിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ 2 തോർത്ത് കുഞ്ഞു തോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് ഫേസ് ടവലാണ്. ഫേസ് ടവൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഫേസ് ടവലല്ല, കുറച്ച് വലിപ്പം വരുന്ന ഫേസ് ടവലാണ്. ഇതൊരു 4-5 എണ്ണമുള്ള ഒരു സെറ്റ് ഇതുപോലെ ഞാൻ ഓഫറിന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതും ഞാൻ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല പ്രിൻ്റുള്ള എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫേസ് ടവൽസാണ്. ഇത് വെച്ചിട്ട് നമ്മൾ കുഞ്ഞിനെ തുടപ്പിക്കാനോ അല്ലെങ്കിൽ വർക്ക് ക്ലോത്തൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതും ഞാൻ ഇങ്ങനെ ടവൽസൊക്കെ ആയിട്ട് ഒരു കവറിൽ ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ വാഷ് ചെയ്ത് വെച്ചാൽ എല്ലാം കൂടി പരത്തിയിട്ട് കാണിക്കുന്നില്ല, കാരണം കുഞ്ഞിൻ്റെ ഐറ്റംസ് കൂടി ആയതുകൊണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ ഒരു കവറിൽ കിട്ടും. അപ്പോൾ ഇതുപോലൊരു സിപ്ലോ കവറിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഓർഗനൈസറിൽ ഇങ്ങനെ വെക്കാം. ഇനി അതിൽ വെക്കാനുള്ളത് നമ്മുടെ മിറ്റൻസ് ബുട്ടീസ് ക്യാപ്പ് സെറ്റാണ്. ഇത് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ക്രൈ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതും വൈറ്റ് കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് വൈറ്റ് കളർ പേഴ്സണലി കുറച്ച് താല്പര്യമാണ്. അതുകൊണ്ട് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും വൈറ്റ് കളർ കുറച്ച് ക്യൂട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും വൈറ്റ് കളറിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒറ്റ സെറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ, കാരണം ഹോസ്പിറ്റലിൽ എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് രുദ്രനൊന്നും അത്രയ്ക്കധികം ഇത് യൂസ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ എന്തായാലും ചിലപ്പം ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ന് കരുതി ഒരൊറ്റ സെറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ കുറച്ചുകൂടിയും എന്തായാലും പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വാങ്ങേണ്ടി വരും, കാരണം അവർ പെട്ടെന്ന് വലുതായി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നീട് നമുക്ക് അതിന് ശേഷം വാങ്ങാമല്ലോ. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ മെയിൻ കെട്ടുടുപ്പ് അത്യാവശ്യം വേണ്ട ഒരു 2 കെട്ടുടുപ്പും അതുപോലെ 3 ബട്ടൺസ് വരുന്ന ജബ്ലാസുമാണ് ഇതിനകത്തുള്ളത്. ഇത് ഞാൻ ഒരു സെറ്റായിട്ട് ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ചതാണ്.
ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെക്കാനുള്ളത് ഇത് എന്താ പറയുക, ഇതിനെന്താ പറയുക, നമ്മൾ ഈ നാപ്പീസ്, ഈ ലങ്കോട്ട് എന്നൊക്കെ പറയും, ആ സാധനം, നമ്മൾ ഈ തുണിക്ക് പകരം കെട്ടിക്കൊടുക്കുന്ന സാധനം, ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓഫർ പ്രൈസിന്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ, ക്ലോത്താണ്. ഇത് ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ലങ്കോട്ട്സ് ആണ്. ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു 6 എണ്ണത്തിൻ്റെ സെറ്റ് ഞാനിതുപോലെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്കറിയില്ല ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും, എന്നാലും നമ്മൾ കുഞ്ഞിന് ബോൺസിൽ നമ്മൾ കെട്ടിക്കൊടുക്കാറുണ്ടല്ലോ. അപ്പം ഇത് ഇതുപോലൊരു സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാനുള്ളത് എന്താണെന്ന് പറയുക, ഇതുപോലെ 2 എന്താ പറയുക, ഈ നൈറ്റ് സ്യൂട്ട്, ഈ ജംപ് സ്യൂട്ട് എന്നൊക്കെ പറയില്ലേ, ഇത് ന്യൂ ബോൺ സൈസിൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. കറക്റ്റ് ചെറുത് ന്യൂ ബോൺ സൈസ് നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. അഫോർഡബിൾ റേറ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തുണി തന്നെയാണ്. അപ്പം ഇത് ഞാൻ കഴുകി എന്താ പറയുക അയൺ ചെയ്ത് എടുത്തു വെച്ചതാണ്. ഇത് 2 എണ്ണം. ഇതെനിക്ക് ഹോസ്പിറ്റലിൽ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ നൈറ്റിലൊക്കെ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതെന്തായാലും ഞാൻ 2 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഈ ഒരു കവറിലെടുത്തേക്ക്. അപ്പോൾ ഇത് 2 കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കുഞ്ഞാവയുടെ ഒരു ഡ്രസ്സിൻ്റെ സെറ്റാണ്. ഇത് മുഴുവൻ നമുക്ക് ഈ ഒരു ഓർഗനൈസറിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാമ്പേഴ്സ് ഒരു പാക്കറ്റ് ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ടേപ്പഡാണ്, മറ്റേ പാൻറ്റീസ് ടൈപ്പ് അല്ല. കാരണം ന്യൂ ബോൺ കുട്ടികൾക്ക് എപ്പോഴും ടേപ്പഡാണ് നല്ലത്. അപ്പോൾ ഇതൊരു പാക്കറ്റ് 24 എണ്ണം വരുന്ന പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. എങ്കിലും നമുക്ക് അത്യാവശ്യം വന്നാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്തൊന്നും വരില്ല ഹോസ്പിറ്റലിൽ. ഇനിയിപ്പോൾ നൈറ്റൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കയ്യിൽ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരെണ്ണം ഒരു പാക്കറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട്. ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വൈപ്സ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ രുദ്രുവിന് ഈ ഒരു വൈപ്സ് ഒരു പാക്കറ്റ് അവൻ ജനിച്ച സമയത്ത് വാങ്ങിയിട്ട് അത് തികയാണ്ട ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ കുളിപ്പിക്കുകയൊന്നുമില്ല, വൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു പാക്കറ്റൊക്കെ മതിയാവും. ഞാൻ പക്ഷേ ഇത് ഓഫറിന് ഇതുപോലെ ആമസോണിൽ നിന്ന് ഓഫറിന് വാങ്ങിച്ചാൽ 2 എണ്ണമായിട്ടാണ് വന്നിട്ടില്ല. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. ഇനി എങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് വീണ്ടും ഓർഡർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് 2 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വാട്ടർ വൈപ്സ് ആണ് കേട്ടോ. മദേഴ്സ് സ്പെഷ്യൻ്റെ വാട്ടർ വൈപ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. വെറ്റ് വൈപ്സ് ഇപ്പോൾ അത്ര ആരും സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്യുവർ വാട്ടർ വൈപ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇത് ഒരു ടർക്കിയാണ്. ടർക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളൊരു ടർക്കിയാണ്. ഇത് ബ്ലൂ കളറാണ്. ആക്ച്വലി ഇത് ഞാൻ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ളതല്ല. ഇത് രുദ്രു ജനിച്ച സമയത്ത് ഏകദേശം ഒരു 6-6.25 വർഷം മുമ്പ് ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ടർക്കിയാണത്. പക്ഷെ ഇത് അവന് യൂസ് ചെയ്തിട്ടില്ല. കാരണം അപ്പോഴേക്കും അവൻ കുറച്ച് സൈസ് വെച്ചു. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഇത് കുറച്ച് കട്ടിയുണ്ട്. അപ്പം ചൂടെടുക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇത് ന്യൂ ബോൺസിനാണ് കുറച്ചും കൂടി സ്യൂട്ട് ആവുക. അപ്പം ഞാൻ അത് യൂസ് ചെയ്യാത്ത കാരണം ഇത് അവിടെ ഞാൻ എങ്ങനെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ഈ ഒഴിവാക്കിയപ്പോഴും എന്താ പറയുക, ഇതിങ്ങനെ പുതിയൊരു സംഭവമായി. കാരണം ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കാമില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചു. പിന്നെ ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ഈ അടുത്ത് ഞാൻ എപ്പോഴോ നമ്മുടെ വാർഡ്രോബ് ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം, എന്താ പിന്നെ ഇപ്രാവശ്യം ബേബിക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതെടുത്ത് നല്ലപോലെ വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി വീണ്ടും റീപാക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്തവണ യൂസ് ചെയ്യാമല്ലോ കുഞ്ഞാവയ്ക്ക്. ഇതിങ്ങനെ ഇതുപോലെ ഓപ്പണായിട്ട് വരുന്നൊരു സ്റ്റിക്കർ ടൈപ്പാണ്. ഇതിങ്ങനെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ കുറച്ച് ബേബി സൈസ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ന്യൂ ബോൺസിന് തന്നെ പറ്റും. അപ്പം നമുക്ക് ഇത് എന്തായാലും ഇത്തവണ
എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതും കൂടി ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു റിസീവിങ് ടവല് വാങ്ങിച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു വൈറ്റ് കളർ റിസീവിങ് ടവലാണ്. ഇത് ഞാൻ ഉള്ളിൽ നിന്ന് എടുത്ത് കാണിക്കുന്നില്ല. ഒരു റിസീവിങ് ഹുഡഡ് ടവലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഞാൻ ഒട്ടുമിക്ക ഐറ്റംസും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ 1-2 ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് വളരെ കുറവാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ബാഗിൽ കൊട്ടയിൽ വെക്കുന്നത്. സോ അപ്പോൾ ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി ബെഡ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഇത് ശരിക്കും നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടായാലും ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക സാധനങ്ങളും നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങാൻ പറ്റില്ല, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് എടുക്കുന്ന സമയം. അപ്പോൾ ഞാനിത് രണ്ടും ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. ചില വീഡിയോസിലൊക്കെ ഞാൻ കുറച്ച് പേര് പറഞ്ഞു കേട്ടോ നെറ്റ് ബെഡ് അത്ര യൂസ്ഫുൾ ആയൊരു സംഭവമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പം രുദ്രുവിന് അത്യാവശ്യം ഞാൻ ഈ നെറ്റ് ബെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം കൊതുള്ള ഒരു സമയം തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഏകദേശം ഒരു 3 മാസം പോരാ, അതിന് മേലെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അവന് ആദ്യത്തെ ബെഡ് അവന് കുറച്ച് സൈസ് വെച്ചപ്പോൾ രണ്ടാമത് കുറച്ച് വലിയ ബെഡും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്രയ്ക്കധികം യൂസ് ചെയ്തില്ല. എന്നാൽ അപ്പോഴേക്കും അവൻ ബെഡിൽ കെടുക്കാറായി. അപ്പോൾ പിന്നെ അത്ര യൂസ് ചെയ്തില്ല. എങ്കിലും ഫസ്റ്റ് ഈ നെറ്റ് ബെഡ് ആദ്യം വാങ്ങിച്ചത് ഞാൻ അത്യാവശ്യം അവന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത്തവണയും ഒരു നെറ്റ് ബെഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം ഇതിനുള്ളിൽ കയറ്റാൻ വീട്ടിൽ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരി ബെഡ്. ഇപ്പം എല്ലാവരും ക്യാരി ബെഡ് വാങ്ങി യൂസ് ചെയ്ത് കാണാം. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്തൊന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല, രുദ്രനൊന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് കൂടുതൽ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് കാണുന്നത്. പക്ഷെ ഞാനിത് മെയിനായിട്ട് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രുദ്രുവിന് ബേബീനെ എടുക്കാൻ, അവർ കുഞ്ഞല്ല, അപ്പം പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവന് കുറച്ച് ഇതിൽ നമ്മൾ ബേബീനെ കിടത്തി കൊടുക്കുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കില്ല ബെഡോട് കൂടി എടുക്കാനായിട്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കല്ലെങ്കിൽ കുഞ്ഞിനായാലും ഒരു ബെഡിൽ കിടക്കുമ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചൂട് ആവശ്യമാണ്. കംഫർട്ടബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ഇത് രണ്ടും ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ വാങ്ങിച്ചതാണ്. രണ്ടും നല്ല അഫോർഡബിൾ റേറ്റിനാണ് എനിക്ക് കിട്ടിയത്. പേജ് വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ താഴെ ഞാൻ മെൻഷൻ ചെയ്യാം. ഇത് നമ്മളിങ്ങനെ അത്യാവശ്യം വലിപ്പമുണ്ട് ഇതിന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുട്ടികൾ സൈസ് പെട്ടെന്ന് മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ അവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, കുറച്ച് വലിപ്പമുള്ളത് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ചെറുതല്ല, കുറച്ച് ഒരു മീഡിയം സൈസ് വരുന്ന ബെഡാണ് എന്താ പറയുക വാങ്ങിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം ഇങ്ങനെയാണെങ്കിൽ ബെഡ് ക്യാരി ബെഡ് വരുന്നത് ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് ബേബിനെ ഹോൾഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ബക്കറ്റ്, കപ്പ്. ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ അതുപോലെ ഞാനൊരു സോപ്പ് വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടി ഇതിൽ വെക്കാനുണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ട പാത്രങ്ങൾ. പിന്നെ അതുപോലെ ഒരു ഫ്ലാസ്ക് നമ്മൾ എടുത്തു വെക്കണം. പിന്നെ ഒരു സ്ലിപ്പർ, ഹോസ്പിറ്റലിലെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു സ്ലിപ്പർ നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. നോർമൽ സ്ലിപ്പർ അത് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടില്ല, അതെനിക്ക് വാങ്ങണം. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഫോണ്, ചാർജർ, അങ്ങനെയുള്ള ഐറ്റംസ്, അതൊക്കെ പിന്നെ നമ്മൾ എന്തായാലും എടുക്കുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ആ സമയത്തേക്ക് നമുക്ക് എടുത്തു വെക്കണം. പിന്നെ നമ്മുടെ ID കാർഡ്സ്, കാര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എല്ലാ റിപ്പോർട്ട്സുള്ള ഫയൽ എടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻ ബോക്സ്, നമ്മൾ പ്രഗ്നൻസിയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എല്ലാം വെച്ചിട്ടുള്ള ബോക്സും നമ്മൾ എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ 1-2 സാധനം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഒന്ന് പുതപ്പ് ഒരെണ്ണം അത്യാവശ്യമായിട്ട് എടുത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരിക്കും, എങ്കിലും നമ്മൾ കരുതി വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ പായോ അല്ലെങ്കിൽ തലേണ, അങ്ങനെ നമ്മുടെ ബൈസ്റ്റാൻഡർ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഒരുവിധം ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 32 വീക്സ്, നമ്മളൊരു 8 മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേശ്ശെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത്, നമ്മൾ പാക്ക് ചെയ്തില്ലെങ്കിലും സാധനങ്ങളെല്ലാം ആദ്യം തന്നെ ലിസ്റ്റ് ഇട്ട് വാങ്ങി വെക്കുന്നത് വളരെ ഒരു നല്ല കാര്യമായിരിക്കും. കാരണം നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണ് പോണ്ടി വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 9ാം മാസത്തിൽ നോർമൽ ചെക്കപ്പിന് പോയതാണ്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് വരുന്നത് 3-ാമത്തെ ദിവസം കുഞ്ഞിനെയും കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കി വെക്കാൻ പറ്റിച്ചോ അത്രയും നല്ലതാണ്. കാരണം എപ്പോഴാണ് നമുക്ക് പോണ്ടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം 9th മന്താണ്. അപ്പം എനിക്കിനൊരു 2-3 വീക്സും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയുള്ള ചെക്കപ്പ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണ പോകുമ്പോഴും നമുക്ക് കരുതിയിരിക്കണം, ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ ലേറ്റായി, എന്നാലും ഇപ്പോൾ ഒരുവിധം നമ്മുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ ഈ ഡെലിവറിയൊക്കെ അടുത്തിരിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.